ഹായ് ഹലോ, ഞാൻ സന്തോഷ് കുമാർ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു വ്യക്തി അവരുടെ ജീവിതത്തിൽ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തികപരമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്. ജോലി ചെയ്യുന്ന, സമ്പാദിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു ടേം ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുക എന്ന് പറയുന്നത്. എല്ലാവരും കേട്ടിട്ടുണ്ടാവും ടേം ഇൻഷുറൻസ്. എന്താണ് ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത്? നമ്മൾ 10 ലക്ഷം രൂപ വില വരുന്ന ഒരു കാറിന് 10,000, 25,000, 30,000 രൂപ ഒരു വർഷം ഇൻഷുറൻസ് ആയിട്ട് മുടക്കുന്നുണ്ട്. ഈ കാറിന് എന്തെങ്കിലും ഒരു ആക്സിഡന്റ് സംഭവിക്കുകയോ കാറിനൊരു പ്രോബ്ലം സംഭവിക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് വർക്ക്ഷോപ്പിൽ പോയി ആ വണ്ടി നന്നാക്കാനായിട്ടുള്ള ഒരു ഗ്യാരണ്ടിയാണ് നിങ്ങൾ ഒരു ഇൻഷുറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ മൂല്യം സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ഒരു മനുഷ്യജീവന് നമ്മൾ പലപ്പോഴും അത്ര വില കൊടുക്കാറില്ല, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഷുറൻസ് നമ്മൾ എടുക്കാറില്ല. അപ്പോൾ നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഒരു കുടുംബനാഥൻ അല്ലെങ്കിൽ കുടുംബനാഥ ആരാണോ ആ കുടുംബത്തിൽ പണം കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ജോലി ചെയ്യുന്നത്, ആ കുടുംബത്തിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ഫിനാൻഷ്യലി കൊണ്ടുപോകുന്നത്, ആ വ്യക്തി എടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഷുറൻസ് മണി ബാക്ക് പോളിസി അല്ല, എൻഡോൺമെന്റ് പോളിസി അല്ല, അതുപോലെ തന്നെ ബാക്കി ഒരു രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് പോളിസിയോ അല്ല. പ്യുവർലി ഇൻഷുറൻസ് ആയ ടേം ഇൻഷുറൻസ് ആണ്. ഒരു പ്രൊട്ടക്ഷനാണ്. നിങ്ങൾ ജീവിച്ച് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ പണി ചെയ്ത് പണം നിങ്ങളുടെ കുട്ടിക്കും, നിങ്ങളുടെ കുട്ടികൾക്കും, നിങ്ങളുടെ ഭാര്യയ്ക്കും, നിങ്ങളുടെ കുടുംബത്തിനും വേണ്ടി നിങ്ങൾ ചിലവാക്കുന്നു. നിങ്ങളില്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഒരു ആക്സിഡന്റിന്റെ രൂപത്തിലോ അല്ലെങ്കിൽ ഒരു അസുഖത്തിന്റെ രൂപത്തിലോ നിങ്ങളില്ലാത്ത ഒരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങളുടെ കുട്ടികൾ എങ്ങനെ എഡ്യൂക്കേഷൻ നടത്തും? നിങ്ങളുടെ ഭാര്യ എങ്ങനെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകും? അപ്പോൾ ഇങ്ങനെ ഒരു പ്രതിസന്ധി ആരുടെ ജീവിതത്തിലും സംഭവിക്കാം, എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ അതിനുവേണ്ടി എടുക്കേണ്ട ഒരു മുൻകരുതലാണ് ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത് വളരെ പ്രീമിയം കുറഞ്ഞിട്ടുള്ള ഒരു ഇൻഷുറൻസ് പോളിസിയാണ്. അതായത് നിങ്ങൾക്ക് ആ ലൈഫ് കവർ ചെയ്യാനായിട്ടുള്ള മോർട്ടാലിറ്റി ചാർജ്, അതായത് ഈ ഇൻഷുറൻസ് കമ്പനി നമ്മൾക്ക് ആ ലൈഫ് കവറേജിന് വേണ്ടിയിട്ട് മുടക്കുന്ന അല്ലെങ്കിൽ എടുക്കുന്ന ചാർജാണ് മോർട്ടാലിറ്റി ചാർജ് എന്ന് പറയുന്നത്. ആ മോർട്ടാലിറ്റി ചാർജ് മാത്രമാണ് ഈ ഒരു ടേം ഇൻഷുറൻസിൽ ആക്ച്വലി ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ടേം ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ 3 രീതിയിലുള്ള ടേം ഇൻഷുറൻസ് നമ്മൾ പ്രധാനമായിട്ടും ഇന്നിപ്പോൾ കാണാൻ സാധിക്കും. ഒന്ന്, നമ്മളിപ്പോൾ ഒരു 30 വയസ്സുള്ള ഒരു വ്യക്തി ഒരു 60 വയസ്സ് അദ്ദേഹം ജോലി ചെയ്യുന്ന സമയം വരെ ഉള്ള ഒരു സമയത്ത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഇൻകത്തിന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ലൈഫ് ഇൻഷുറൻസ് എടുക്കുകയാണ്, അല്ലെങ്കിൽ ടേം ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ ആ 30ാമത്തെ വയസ്സ് മുതൽ 60ാമത്തെ വയസ്സ് വരെ ഒരു പ്രീമിയം അടയ്ക്കുന്നു. എല്ലാ വർഷവും ഒരു പ്രീമിയം അടയ്ക്കുന്നു. ഈ കാലയളവിൽ എന്തെങ്കിലും റിസ്ക് സംഭവിക്കുകയാണെങ്കിൽ സം അഷ്യൂർഡ്, ചിലപ്പോൾ 50 ലക്ഷം ആകാം, 1 കോടിയാകാം, 2 കോടിയാകാം, വാട്ട് എവർ ഇറ്റ് ഈസ്, എത്രയാണോ നിങ്ങൾ ഇൻഷുറൻസ് എടുക്കുന്നത് ആ ഇൻഷുറൻസ് എമൗണ്ട് ഈ 30ാമത്തെ വയസ്സ് മുതൽ 60ാമത്തെ വയസ്സ് വരെയുള്ള സമയത്ത് എന്തെങ്കിലും റിസ്ക് സംഭവിക്കുകയാണെങ്കിൽ ആ ടേം ഇൻഷുറൻസ് അല്ലെങ്കിൽ ആ ടേം കവർ അല്ലെങ്കിൽ ആ സം അഷ്യൂർഡ് അടുത്ത നോമിനിക്ക് ലഭിക്കും. അപ്പോൾ ഒരു പ്രതിസന്ധി വരുമ്പോൾ, അത് നമ്മളില്ലാത്തൊരവസ്ഥ വരുമ്പോൾ ഒരു നോമിനിക്ക് അത് വലിയൊരു സഹായമാണ്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് അത് വലിയൊരു സഹായമാണ്. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് പോളിസിയാണ് നമ്മൾ ഈ 30ാമത്തെ വയസ്സ് വരെ 60 അല്ലെങ്കിൽ 70 വയസ്സ്, ഇതിനൊരു ടൈം ഒന്നുമില്ല, എത്ര വയസ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ടൈം ഇൻഷുറൻസ് എടുക്കാം. അപ്പോൾ ആ അത്രയും സമയത്ത് നമ്മൾ അടച്ച തുക തിരിച്ചു കിട്ടുന്ന ഒരു പോളിസി ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഈ 30 വയസ്സ് മുതൽ 60 വയസ്സ് വരെ നമ്മൾ 1 കോടി രൂപയ്ക്ക് വേണ്ടി 1 കോടി രൂപ കവറേജിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 20 ലക്ഷം രൂപയാണ് അടച്ചിട്ടുള്ളതെങ്കിൽ ആ 60 വയസ്സിൽ നമ്മുടെ ടൈം കഴിയുന്ന സമയത്ത് ആ അടച്ച എമൗണ്ട് തിരിച്ചു തരും. പക്ഷേ കമ്പാരിറ്റീവ്ലി നോർമലുള്ള ആദ്യം ഞാൻ പറഞ്ഞ ടൈം ഇൻഷുറൻസിനേക്കാൾ ഓൾമോസ്റ്റ് ഡബിൾ ആയിരിക്കും ഈ രണ്ടാമത് പറഞ്ഞ ടൈം ഇൻഷുറൻസ്, അല്ലെങ്കിൽ റിട്ടേൺ ഓൺ പ്രീമിയം ഉള്ളത് കമ്പാരിറ്റീവ്ലി കുറച്ച് അതിൻ്റെ പ്രീമിയത്തിൽ വില കൂടുതലായിരിക്കും. മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ടൈം ഇൻഷുറൻസ് ആണ് നമ്മളിപ്പോൾ 30 വയസ്സ് മുതൽ 60 വയസ്സ് വരെ എടുക്കുന്നു. അപ്പോൾ ആദ്യത്തെ ഒരു 10 വർഷം നമ്മൾ ഇത് അടച്ചാൽ മതി, പ്രീമിയം അടച്ചാൽ മതി. ബാക്കിയുള്ള വർഷങ്ങൾ ഓട്ടോമാറ്റിക്കലി ഈ പ്രീമിയത്തിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ കമ്പനി തന്നെ നമുക്ക് വേണ്ടിയിട്ട് പ്രീമിയം അടയ്ക്കുകയും 60 വയസ്സ് വരെ അതിൻ്റെ ഒരു ലൈഫ് കവർ ഉണ്ടാകുകയും ചെയ്യും. ഈ രീതിയിലുള്ള 3 ടൈപ്പ് ഓഫ് ടൈം ഇൻഷുറൻസ് ആണ് ഇന്ന് നിലവിലുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് ഈ ടൈം ഇൻഷുറൻസ് എടുക്കാനോ അതിന്റെ പ്രീമിയം അറിയാനോ, ഏത് കമ്പനിയുടെ ടൈം ഇൻഷുറൻസ് ആണ് കൂടുതൽ മെച്ചം, ഏത് കമ്പനിക്കാണ് കൂടുതൽ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ ഒക്കെ ഉള്ളതെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ
നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ എക്സ്പെർട്ട് ടീമുമായിട്ട് നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്തുകൊണ്ട് ഒരു നല്ല ടൈം ഇൻഷുറൻസ് എടുത്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബത്തെ ഭദ്രമാക്കാവുന്നതാണ്. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇനി കാണുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.